ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഉറക്കം നീച്ചേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് വർക്കൗട്ടും ചെയ്തു. ചെറുതായിട്ട് ബോഡി ഒന്ന് ഈ കണ്ണിൻ്റെ ഉറക്കം ഒന്ന് പോയാൽ ബോഡി ഒന്ന് സ്ട്രെച്ചാകും. ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നു. യെസ്, ഇനി പോയി ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് ബാഗിൽ തുടങ്ങണം. ഒന്ന് പല്ലൊക്കെ തേച്ചിട്ട് ബാക്കി വർക്കൗട്ട് ചെയ്യണം. രീതി ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ചെയ്ത ചെറിയ രീതിയിൽ ചെയ്യുള്ളൂ, വലുതായിട്ട് ചെയ്യില്ല. ബോഡി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രീ ആവാൻ വേണ്ടി ജോയിൻ്റ് എല്ലാം ഭയങ്കര മൂവ്മെൻ്റ് വരും. എല്ലൊന്ന് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടി. ഇനിയുണ്ട് സമയം. ഇനി 1.5 മണിക്കൂറുണ്ട്. നീ ഇരിക്കുക അവിടെ കുറച്ച് നേരം. ഇനി ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. വർക്കൗട്ടും ചെയ്ത് കുറേ നാളായി ചെയ്തിട്ട്. ഡയറ്റ് മാത്രം എടുത്തുകൊണ്ടിരുന്നുള്ളൂ. ഏകദേശം വീഡിയോ എടുത്ത് തുടങ്ങിയ ശേഷം വർക്കൗട്ട് ചെയ്തിട്ടില്ല. വീഡിയോ എടുക്കുന്നതിനും 1 മാസം മുമ്പ് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ ഡയറ്റിങ് 3 മാസം കൊണ്ടാണ് പോണ്. നോർമലി ചെയ്യുമ്പോൾ അങ്ങ് പോകുന്നു. പക്ഷെ ഞാൻ കട്ട ഡയറ്റ് അല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ല. ഞാൻ കഴിക്കും, റൈസ് എല്ലാം കഴിക്കും. നോർമലി എന്തൊക്കെ ഉണ്ടാക്കും അതൊക്കെ കഴിക്കും. അങ്ങനെ പോകുന്ന കാര്യങ്ങളെല്ലാം. ഞാൻ അടുത്ത് ചെന്ന് അതുകൊണ്ട് ഇപ്പോൾ അവൻ്റെ ഡ്യൂട്ടി ടൈം അവിടെ ചെന്ന് ഇരിക്കാൻ വിചാരിച്ചു. ഇനി 1/2 മണിക്കൂറും കൂടി ഉണ്ട്. ഇല്ല, ഇന്ന് സൺറൈസ് ഇല്ല, ഷുഗർ. അങ്ങ് പോയിരിക്കുക. ഇനി അവിടെ ബോഡി ഫുള്ള് വേദനിക്കുന്നത്. കുറേ നാളായില്ലേ. ജസ്റ്റ് ഓരോ എക്സസൈസ് എന്തോ ചെയ്തുള്ളൂ, പക്ഷേ ബോഡി ഫുള്ള് വേദനിക്കും. ഇനി ഡെയിലി ചെയ്ത് തരുമ്പോൾ കറക്റ്റാക്കി കിട്ടും. എന്താ വലിയ ഒരു ഇതില്ല. ഇനി അടുത്ത് ലൈറ്റെല്ലാം ഓഫ് ചെയ്തോളൂ. വലിയ കുഴപ്പമില്ല. ടൈം ആവണതേ ഉള്ളൂ. അവിടെ ചെന്നങ്ങിരിക്കും, ഫോണും കളിച്ചുകൊണ്ടിരിക്കും. പമ്പ് ഇപ്പോൾ ഓൺ ചെയ്ത് ഇപ്പോഴായിട്ട് ഓൺ ചെയ്തേ ഉള്ളൂ. ഞാൻ ലെവൽ ലൈറ്റും സെറ്റ് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ പോകും. നീ ഇവിടെ ഇരുന്ന് ശരിയാവും. പോയി ഒന്ന് ഫുഡ് കഴിച്ചൊന്ന് സെറ്റാക്കാം. ഫുഡ് കഴിച്ചില്ല, നേരത്തെ ഉറക്കം എണീറ്റ്. യെസ്, അങ്ങനെ പോകും. കയ്യൊക്കെ വേദന 2-3 ദിവസം എടുക്കും. എവിടെയായിരിക്കും? അയ്യോ, ക്ലോറിനേഷൻ ടീംസാ. അവർ വന്ന് അവർ ജോലി കിട്ടും. അത് വേറെ ടീം. മറ്റേ ക്ലീൻ ചെയ്തിട്ട് പോയത് വേറെ ടീം. യെസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവരൊക്കെ 5-10 മിനിറ്റേ കാണുള്ളൂ. ഇതൊക്കെ ടക്ക് ഇവരെ പണി നോക്കും, ചെക്ക് ചെയ്യാൻ പറഞ്ഞേ. ഇത് നമ്മൾ ചെക്ക് ചെയ്യണ്ടല്ല. അവിടെ വെള്ളം ലീക്ക് ഉണ്ടോ എന്നാലും നമ്മൾ ചെക്ക് ചെയ്യും. നമുക്ക് ഇവിടെ തന്നെ 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. പിന്നെ ഫോണും ചാർജ് ചെയ്താറ്. ഇനി ഞാൻ പോയി ഫുഡും ഉണ്ടാക്കി കഴിക്കണം. ഫുഡ് ഇന്നലെ വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിക്കണം. ദോശ, ആട്ടയിൽ ദോശ ഉണ്ടാക്കും. വെറൈറ്റി. അത് തന്നെ ഉണ്ടാക്കണം. ഫോണും ചാർജ് ഇട്ടിട്ട് അത് ഉണ്ടാക്കി തീരുമ്പോൾ ഫോണും ഫുൾ ചാർജാണ്. എങ്ങനെ എടുക്കും, സമയം എടുക്കും. അത് 5-10 മിനിറ്റ് എടുക്കും. 10 അല്ല, 20-25 മിനിറ്റ് എടുക്കും. അത് ഫുഡുണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തും ഒരു ടീം വന്നായിരുന്നു ഫുള്ള് ചെക്ക് ചെയ്യാൻ വേണ്ടി. മീറ്റർ ഫുള്ള് വർക്കിങ് തന്നെയാണ്.
രണ്ട് ഒമാനി, ഒരു ഓപ്പറേറ്റർ, പിന്നെ 2 പേര് വഴി കാണിച്ചു. ഒരാൾ സ്ഥലം കാണിച്ചു കൊടുക്കാൻ, ഒരാൾ മെയിൻലി എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരാൾ, അതായത് എന്തൊക്കെ പ്രശ്നമുണ്ട് എവിടെയൊക്കെയാണ് അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ. 4-5 പേരുണ്ടായിരുന്നു. 1/2 മണിക്കൂർ മുമ്പ് പോയതേ ഉള്ളൂ. ഞാൻ അപ്പോഴത്തേക്കും പിന്നെ ഫുഡ് ഉണ്ടാക്കി റെഡിയാക്കി. ഇനി ഇതും കഴിച്ചിട്ട് അങ്ങ് പോകണം. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് ഇവിടെ തന്നെ ഇരുന്നു. ഇനി അവിടെ ചെന്നിരുന്നിട്ട് കുറച്ചൊന്നും നോക്കിയിട്ട് ഗെയിമിങ് കളിക്കുക. അത് എന്നെ പരിപാടി. ഗെയിം കളിക്കും, അത് എന്നെ പരിപാടി. വേറെ വലിയ പരിപാടിയൊന്നുമില്ല. എന്തിരിയല്ല, ടൈം പാസ് വേണ്ടേ. ജസ്റ്റ് ഒന്ന് പമ്പ് ചേഞ്ച് ചെയ്ത്, അതായത് ഓഫ് ചെയ്യേണ്ട സമയമായിരുന്നു. പിന്നെ സൈഫൈ ഓപ്പൺ ചെയ്തായിരുന്നു. ഒരു ഫോണ് എടുക്കാൻ മറന്നു ഇവിടെ വെച്ചിട്ട്. ഇപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് വിട്ടുപോയി. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. എപ്പോഴും എടുത്താലും വലിയ കാര്യമൊന്നുമില്ല, എപ്പോഴും ഒരുപോലെ തന്നെയല്ലോ. മറന്നാലും വലിയ വിഷയമുള്ളതല്ല. ഇനി അടുത്ത് പോവുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക. 5-10 മിനിറ്റും കൂടെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിൽ നിന്ന് നേരത്തെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നു. ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു പോയി കുറച്ച് നേരം ഇരിക്കണം. എന്നിട്ട് ഫോൺ ചാർജിന് വിട്ട് സെറ്റാക്കി. ചെറിയ അബദ്ധം പറ്റി. വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന രീതിയിൽ അങ്ങ് മറന്നുപോയി. ലൈറ്റ് ഇട്ടില്ലായിരുന്നു. എന്നാൽ 5:20 ഞാൻ പോയിട്ട് വന്നതായിരുന്നു. ലൈറ്റ് ഇട്ടില്ല. പോയി ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കാം. ഇന്ന് സൺസെറ്റൊക്കെ പോയി. ഇന്ന് പണി പാളി. അയ്യോ, ഇനി പോയൊന്ന് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് പരിപാടിയുണ്ട്, ജോലിയുണ്ട്. അയ്യോ, 3-4 സ്ഥലം നോക്കാനുണ്ട്. അത് അവൻ നോക്കിക്കോളും. എൻ്റെ സമയം അപ്പം തീരും. 1 മണിക്കൂറും കൂടിയേ ഉള്ളൂ. ലൈറ്റ് കിട്ടും. ഇരുണ്ട പുറത്ത് കളിച്ചുകൊണ്ട് അകത്തില്ല. ലൈറ്റ് ആണോ? എന്ത് പറയാനാണ്. ഇതാണ് വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന ഇതായിരുന്നു പ്രശ്നം. ഇനി എല്ലാം ഒന്ന് റീഡിങ് ഒക്കെ 6 മണിക്കുള്ള എഴുതിയിട്ട് ഇവിടെ ഇരിക്കണം. 7 മണിയാകുമ്പോൾ പോകും. വേറെ പിന്നെ പണിയൊന്നുമില്ല. 7-8 മണിയാകുമ്പോഴേ പോകുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.